പ്രാദേശികമായ ഒരു അക്രമ സംഭവം വലിയ തോതിലുള്ള വംശീയ ആക്രമണങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയതിന്റെ നല്ല ഉദാഹരണമായിരുന്നു ബ്രിട്ടനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുണ്ടായ തെരുവ് കലാപങ്ങൾ. ദിവസങ്ങൾ നീണ്ട പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളും നിലനിൽക്കുന്നുണ്ട്. ജൂലൈ 29-ന് ലിവർപൂളിന് സമീപം സൗത്ത് പോർട്ടിലുണ്ടായ ഒരു സംഭവമാണ് വലിയ തോതിലുള്ള കലാപങ്ങളിലേക്ക് നയിച്ചത്. 10 വയസ്സിന് താഴെ പ്രായമുള്ള 3 പെൺകുട്ടികൾ അക്രമത്തിന് ഇരയായി കൊല്ലപ്പെടുകയും 10 കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് തുടക്കം. നിർഭാഗ്യകരമായ ഈ സംഭവത്തെ തീവ്ര വലതുപക്ഷം ബ്രിട്ടനിലെ കുടിയേറ്റക്കാരായ ജനങ്ങൾക്കെതിരായ അക്രമത്തിനുള്ള നിമിത്തമായി ഉപയോഗിച്ചു. വെയിൽസിൽ ജനിച്ചു വളർന്ന 17-കാരനായ ആക്സൽ റുഡഖുബാനയാണ് പ്രതിയെന്ന് സംഭവത്തിന് അടുത്ത ദിവസം തന്നെ തെളിയുകയും പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ തീവ്ര വലതുപക്ഷം സംഭവത്തെ സങ്കീർണമാക്കി. അക്രമത്തിന് പിന്നിലുണ്ടായിരുന്ന 17 വയസ്സുകാരൻ സിറിയയിൽ നിന്ന് കുടിയേറിയ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന തെറ്റായ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതായിരുന്നു പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചതും സാഹചര്യം വഷളാക്കാനിടയായതും. കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ഈ വാർത്ത വ്യാപകമായി പ്രചരിച്ചിരുന്നു. തുടർന്ന് UK-യിലാകെ അക്രമങ്ങൾ അരങ്ങേറി. പള്ളികൾക്ക് നേരെ കല്ലേറുണ്ടായി. 1000-ലധികം അറസ്റ്റുകൾ രേഖപ്പെടുത്തി. പോലീസുകാർക്കടക്കം പരിക്കേറ്റു. തുടർന്നും സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചരണങ്ങളും കലാപാഹ്വാനങ്ങളും തുടർന്നുകൊണ്ടിരുന്നു. പ്രതിയെ സംബന്ധിക്കുന്ന വ്യാജ വാർത്ത ഏകദേശം 1.5 കോടി ജനങ്ങളിലേക്കാണ് എത്തിയത്. UK-യിലെ നിയമമനുസരിച്ച് പ്രായപൂർത്തിയാകാത്ത പ്രതിയുടെ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല. എന്നാൽ പ്രക്ഷോഭങ്ങൾക്ക് അറുതി വരുത്താൻ പിന്നീട് കോടതിയുടെ അനുമതിയോടെ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുകയായിരുന്നു. പ്രതിയെക്കുറിച്ചുള്ള തെറ്റായ പ്രചരണം ചെന്നെത്തിച്ചത് സമീപകാലങ്ങളിൽ ബ്രിട്ടൻ സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ അരാജകത്വ പ്രവർത്തനങ്ങളിലേക്കായിരുന്നു. കുടിയേറ്റം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ആക്കം കൂട്ടിയെന്നും കുടിയേറ്റക്കാർക്ക് ചില രാഷ്ട്രീയ കക്ഷികൾ ഒത്താശ ചെയ്യുന്നതായും തീവ്ര വലതുപക്ഷ പ്രവർത്തകർ പ്രചരിപ്പിച്ചു. അക്രമങ്ങൾക്കിടെ UK-യിൽ ആഭ്യന്തര യുദ്ധം അനിവാര്യമാണ് എന്ന് ഇലോൺ മസ്ക് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. UK കലാപത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കാളിയായാൽ ഇലോൺ മസ്ക് നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് ആരോപിച്ച് മുൻ ട്വിറ്റർ എക്സിക്യൂട്ടീവ് ബ്രൂസ് ഡെയ്സ്ലിയും രംഗത്തെത്തിയിരുന്നു. കുടിയേറ്റ വിരുദ്ധത UK തെരുവുകളിൽ അതിന്റെ തനി സ്വരൂപം പ്രകടമാക്കിയത് ലോകം കണ്ടു. വിദേശ പ്രചരണങ്ങൾക്ക് മറുപടി നൽകാനും എതിർക്കാനും ആയിരക്കണക്കിന് ജനാധിപത്യ വിശ്വാസികൾ മുന്നിട്ടിറങ്ങിയതോടെ തീവ്ര വലതുപക്ഷക്കാരായ അക്രമിക്കൂട്ടം പിൻവാങ്ങി. അഭയാർത്ഥികൾക്കും അവരെ പാർപ്പിച്ചിരുന്ന കേന്ദ്രങ്ങൾക്കും സംരക്ഷണമൊരുക്കാൻ ജനങ്ങൾ ഒത്തുചേർന്നു. UK-യിലെ നഗരങ്ങളിൽ സമാധാന ആഹ്വാനങ്ങളുമായി തടിച്ചുകൂടിയത് 10,000-ങ്ങളായിരുന്നു. അനധികൃത കുടിയേറ്റക്കാർ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു എന്നൊരു തോന്നൽ തദ്ദേശീയരുടെ ഇടയിൽ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് തദ്ദേശീയർ സംഘടിക്കുകയും അവർ പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തതെന്ന വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട്. UK-യിലെ നിയമങ്ങൾക്കും പെരുമാറ്റ രീതികൾക്കും അനുസരിച്ച് ജീവിക്കാതെ സ്വന്തം സംസ്കാരത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളും പ്രക്ഷോഭത്തിലേക്ക് നയിച്ച കാരണങ്ങളായിരുന്നു.